നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി 2-ാം തീയതിയാണ്, തിങ്കളാഴ്ച, മകരമാസം 19-ാം തീയതി. ന്യൂസ് ബ്രേക്സ് തുടങ്ങുകയാണ്. ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണയും, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷും, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഉണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്ക് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നലെ കേന്ദ്ര ബജറ്റിലുള്ള റിപ്പർക്കഷൻസ്, അതിൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുക? ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുണ്ട്. നിയമസഭ തുടരുകയാണ്. സംസ്ഥാന ബജറ്റിലുള്ള ചർച്ചകൾ ഉണ്ടാകും. ഏതായാലും കേന്ദ്ര ബജറ്റ് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. പറയും. ഗുഡ് മോർണിംഗ് സ്മിത. എന്തായാലും വളരെ തിരക്കുള്ള ദിവസമാണ്. വാർത്തയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ വരാനുള്ള ദിവസമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് തുടങ്ങാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് നിർണായക ദിവസമാണ്. പ്രധാന പ്രതി, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. 90 ദിവസം, അതായത് നേരത്തെ ദ്വാരപാലക ശില്പ കേസിൽ 90 ദിവസം പൂർത്തിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് കട്ടളപ്പാളി കേസിലെ 90 ദിവസം, അതിലെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാകുന്നത്. സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാനാകും. സ്വാഭാവികമായി അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് SITക്കും വലിയ ക്ഷീണമാകും. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്നതിനെ ഹൈക്കോടതി അടക്കം വിമർശിച്ചിരുന്നു. എന്നാലും കൊല്ലം വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം ഈ കട്ടളപ്പാളിയും സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള കാലപ്പഴക്കം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ അത് കൃത്യമായി ലഭിക്കാൻ വേണ്ടി VSC വീണ്ടും SIT സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ കാലപ്പഴക്കം സംബന്ധിച്ച റിപ്പോർട്ട് തേടാനാണ് ഇപ്പോൾ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ വീണ്ടും സാമ്പിൾ എടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും സ്വർണത്തിൻ്റെ സാമ്പിൾ എടുത്തിട്ട് വേണമോ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എന്നീ കാര്യത്തിലും ഒരു വ്യക്തത വരാനുണ്ട്. എന്തായാലും അക്കാര്യവും ഇന്ന് ഒരു വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. അതേസമയം ഈ കേസിൽ കസ്റ്റഡിയിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ കഴിഞ്ഞ ദിവസം നെഞ്ചുവേദനയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് ആൻറ്റിയോഗ്രാമിന് സമയം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആൻറ്റിയോഗ്രാം ചെയ്യും. ആൻറ്റിയോഗ്രാം ചെയ്ത് ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്കോ മറ്റോ ഉണ്ടെങ്കിൽ തുടർ ചികിത്സയിലേക്ക് പോകേണ്ടി വരും. മറ്റ് പ്രശ്നങ്ങളോ കോംപ്ലിക്കേഷനോ ഇല്ല എങ്കിൽ വൈകിട്ടോട് കൂടി തന്നെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും. അതേസമയം നിയമസഭ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നിയമസഭയിൽ ഇന്ന് ബജറ്റ് ചർച്ചയിന്മേലുള്ള സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയാണ് നടക്കുന്നത്. 3 ദിവസമാണ് ചർച്ച. അതിനുശേഷം ബുധനാഴ്ച ധനമന്ത്രി ചർച്ചയ്ക്ക് മറുപടി നൽകും. ബജറ്റിന്മേൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ മറ്റോ ഉണ്ടായെങ്കിൽ അത് ബുധനാഴ്ചയാണ് പ്രഖ്യാപിക്കാൻ സാധ്യത. കേന്ദ്ര ബജറ്റിൽ കേരളത്തിൽ ലഭിച്ച കടുത്ത അവഗണന പ്രചാരണ ആയുധമാക്കാൻ LDFും UDFും തീരുമാനിച്ചിട്ടുണ്ട്. അത് നിയമസഭയിലും ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയ ആയുധമായി BJPക്കെതിരെ പ്രയോഗിക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. അതേസമയം മറ്റൊരു സുപ്രധാന വാർത്ത KGMCTയുടെ സമരമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇന്നു മുതൽ OP ബഹിഷ്കരണ സമരത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവർ സമരത്തിൽ തന്നെയാണ്. ശമ്പള വർധന ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചട്ടപ്പടി സമരമാണ് നടന്നു വന്നത്. പക്ഷേ ഇന്നു മുതലാണ് പൊതുജനങ്ങളെ അത് വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നത്. OP ബഹിഷ്കരിച്ചു തുടങ്ങും. സ്വാഭാവികമായി ഈ OP എന്ന് പറയുന്നത് ഒരു മാസമെല്ലാം കഴിഞ്ഞെല്ലാം പലർക്കും ഡേറ്റ ലഭിച്ച് അവരെല്ലാം ഇന്ന് ആശുപത്രിയിൽ എത്തുന്നവരായിരിക്കും രോഗികൾ. പക്ഷേ അവർക്ക് ഇന്ന് ചികിത്സ ഒരുപക്ഷെ വൈകാനും, കാരണം സീനിയർ ഡോക്ടർമാരും PG ഡോക്ടർമാരും എല്ലാം ഈ OPയിൽ ഉണ്ടാകും. പക്ഷേ KGMCTയുടെ പ്രതിനിധികളായ ഡോക്ടർമാർ ഇന്ന് രോഗികളെ ചികിത്സിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് ഇന്നു മുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്മിത. ശരി ഉമേഷ്, അപ്പോൾ തലസ്ഥാനത്ത് നിന്ന് ഒരുപാട് ചൂടേറിയ വാർത്തകൾ ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. നമുക്കിനി മധ്യ കേരളത്തിലെ വാർത്തകളിലേക്ക് പോകാം. ലാൽകൃഷ്ണയാണ് ചേരുന്നത്. ലാൽകൃഷ്ണ, ഇവിടെയും ഈ കേന്ദ്ര ബജറ്റിലെ അവഗണന അത് തീർച്ചയായിട്ടും ആയുധമാക്കാനുള്ള കാര്യങ്ങൾ, അത് ഇവിടെ നിന്ന് ഏതെല്ലാം നേതാക്കളാണ്, ഏതെല്ലാം വിഷയങ്ങളിൽ ഉണ്ടാകും? ഒപ്പം കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്നുണ്ട്. അപ്പോൾ ആ വിവരങ്ങളെല്ലാം കൂടുതൽ എന്തെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും സ്മിത പറഞ്ഞ പോലെ കശുവണ്ടി വ്യവസായിയായിട്ടുള്ള അനീഷ് ബാബുവിൻ്റെ ജാമ്യ ഹർജി തന്നെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിട്ടുള്ളത്. 24.73 കോടി രൂപയാണ് കശുവണ്ടി ഇറക്കി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ബാബു പറ്റിച്ചത് എന്നുള്ളതാണ് കേസ്. ഇതിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കാര്യം കൂടി കണ്ടെത്തിയിരുന്നു. നേരത്തെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മുൻകൂർ ജാമ്യം തേടി പോയിരുന്നെങ്കിലും അത് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയത്. അതിനിടയ്ക്ക് ED ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയെന്നൊരു ആരോപണമെല്ലാം ഉന്നയിച്ചുകൊണ്ട് അനീഷ് ബാബു രംഗത്ത് വന്നെങ്കിലും അത് ED നിഷേധിക്കുകയും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും അനീഷ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളവും EDയെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. അനീഷ് ബാബുവിൻ്റെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും
നിർണായകമായിട്ടുള്ളത്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDF-ഉം ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രചാരണ പരിപാടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും BJP നേതാക്കൾ തന്നെ പറഞ്ഞ എയിംസ്, അതിവേഗ പാത അടക്കമുള്ള പദ്ധതികളെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ അത് പ്രചാരണ ആയുധമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന കാര്യം തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട് എന്നത് മറുപക്ഷത്ത് BJP ഉയർത്തി കാണിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും എന്ന കാര്യം കൂടി കണ്ടറിയേണ്ടതാണ്. ശരി, ലാൽകൃഷ്ണൻ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വടക്കൻ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി. അതിവേഗ റെയിൽപാതയുമായി ശ്രീധരൻ മുന്നോട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിൽപാതയെക്കുറിച്ച് പരാമർശങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വന്തം തീരുമാനമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയുടെ കസ്റ്റഡി അപേക്ഷ ഇന്നെത്തുന്നുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ LDF-ന്റെ പ്രതിഷേധമുണ്ട്. ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. നിഖിൽ, കൂടുതൽ വിവരങ്ങൾ പറയും. സ്മിത, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശ്രീധരൻ ഒരു നിലയ്ക്കും പുറകോട്ടില്ല. അദ്ദേഹം അതിവേഗ റെയിൽപാതയുമായി മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. വലിയ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഒക്കെ വിധേയമാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓഫീസ് 9:30 ഇന്ന് പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അറിയിക്കുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ 12 ജീവനക്കാരെ തിരഞ്ഞെടുത്തതായും അദ്ദേഹം പറയുന്നു. ഒരാഴ്ചക്കകം DPR തയ്യാറാക്കാനുള്ള ഉത്തരവ് പുറത്തിറങ്ങുമെന്നും ഇതിനുവേണ്ടി 13.1 കോടി രൂപ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും ഈ ശ്രീധരൻ വ്യക്തമാക്കുന്നുണ്ട്. DPR-ന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അകറ്റാൻ ജനങ്ങളുമായി തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ യോഗങ്ങൾ നടത്തുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരും ഈ ശ്രീധരനുമായി നേരിട്ടൊരു പോരിലേക്ക് കടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ. നമുക്കറിയാം, വലിയ പിന്തുണ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതും. മലബാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ കേസിൽ പ്രതി ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് ആ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. ഈ പ്രതിയെ സംഭവം നടന്ന ബസ്സിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയും നാളെ കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ കുന്നമംഗലം കോടതി ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ പ്രതി പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം ഈ പശ്ചാത്തലത്തിലാണ് അവർ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയതും. അതോടൊപ്പം തന്നെ SIR-ന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ LDF-ന്റെ പ്രതിഷേധം ഇന്ന് സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണ് അതിൻ്റെ പ്രധാന പ്രതിഷേധ പരിപാടി നടക്കുന്നത്. മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ കോഴിക്കോടും ഇത്തരത്തിൽ LDF-ന്റെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. സ്മിത, ശരി. നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി പോകുന്നത് ഡൽഹിയിലേക്കാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് പാർലമെന്റിൽ ഉണ്ടാകും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തായാലും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട്. ബജറ്റിലുള്ള പ്രതിഷേധം, അവഗണനകൾ അതൊക്കെ ഉയർത്തിക്കാട്ടും. അതോടൊപ്പം തന്നെ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽ, അതിൽ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം ഒക്കെ വന്നിരുന്നു. പാടയെ തള്ളിക്കളയുന്നു. എങ്കിൽ പോലും പ്രതിപക്ഷം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സ്മിത, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പാർലമെന്റിന്റെ പ്രധാന നടപടി എന്നുള്ളത് അടുത്ത 3 ദിവസം കഴിഞ്ഞ ദിവസം ഉണ്ടായ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയാണ്. ഈ ചർച്ച എന്തായാലും ഒരു അവസരമായി ഉപയോഗിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഉള്ളത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ പ്രതിപക്ഷം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സഭാതലത്തിൽ പ്രതിഷേധിച്ചിരുന്നു. അത് പ്രധാനമായും മറ്റ് വിഷയങ്ങൾ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയത് അടക്കമുള്ള വിഷയങ്ങൾ, SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ പുതിയൊരു ആയുധമായി ഈ എപ്സൺ ഫയൽ കൂടി ലഭിച്ചിരിക്കുകയാണ്. അത് പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. കൂടാതെ കഴിഞ്ഞ ദിവസം ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചതായുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കേരളവും പശ്ചിമബംഗാളും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷികൾ ഈ ആരോപണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്.
ഈ വിഷയവും പാർലമെന്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ ഈ സഭാ നടപടികൾ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ഈ വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നെങ്കിൽ അത് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ചർച്ചയ്ക്കുള്ള മറുപടി ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കാനാണ് സർക്കാർ അറിയിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉന്നയിക്കും. ബജറ്റിൽ ഇതിനെക്കുറിച്ചുള്ള തന്റെ പ്രതികരണം പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. ഇതോടൊപ്പം ഡൽഹിയിൽ നിന്നും ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത എന്നുള്ളത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് ഡൽഹിയിൽ എത്തുന്നുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സംഘമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുക. നേരത്തെ തന്നെ SIR-മായി ബന്ധപ്പെട്ടുള്ള കടുത്ത എതിർപ്പ് മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് നിയമ പോരാട്ടത്തിനും ബംഗാൾ സർക്കാർ മുൻകൈ എടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക്. അതിനുശേഷം മമതാ ബാനർജിയുടെ പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDF-ന്റെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് ജില്ലയിൽ ഇന്നും പ്രചാരണം തുടരും. ഇന്ന് ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലൂടെ പ്രചാരണം നടത്തും. വൈകിട്ടോടെ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ജാഥ ക്യാപ്റ്റൻ. തെക്കൻ മേഖലാ ജാഥ ബിനോയ് വിശ്വവും മധ്യമേഖലാ ജാഥ ജോസ് കെ മാണിയുമാണ് നയിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാകുന്നതിനിടെ UDF-ന്റെ വർഗീയ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചാണ് LDF-ന്റെ പ്രചാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കടക്ക് പുറത്ത് എന്ന പേരിൽ ഡിജിറ്റൽ ക്യാമ്പയിൻ ആരംഭിച്ച കോൺഗ്രസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് എന്ന സന്ദേശവുമായാണ് പ്രത്യേക ഡിജിറ്റൽ ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി സർക്കാരിനെതിരെ കുറ്റപത്രം പുറത്തിറക്കും. ജനങ്ങളുടെ പരാതികൾ ശേഖരിക്കുന്നതിനായി വെബ്സൈറ്റ് ആരംഭിക്കും. ശബരിമല സ്വർണ്ണക്കടത്ത്, നിറവേറ്റപ്പെടാത്ത വാഗ്ദാനങ്ങൾ, LDF-ന്റെ ദുർഭരണം തുടങ്ങിയവയാകും പ്രചാരണ വിഷയങ്ങൾ. 2020 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ച് പാകിസ്ഥാൻ. ലോകകപ്പിൽ കളിക്കാൻ ടീമിന് അനുമതി നൽകിയ പാകിസ്ഥാൻ സർക്കാർ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു. എല്ലാവർക്കും സ്വീകാര്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ICC വ്യക്തമാക്കുന്നത്. 2020 ലോകകപ്പിലെ ആദ്യ പന്തെറിയും മുമ്പേ ടീം ഇന്ത്യക്ക് 2 പോയിന്റ്. ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപനമാണ് നിലവിലെ ചാമ്പ്യൻസിന് ചുമ്മാ 2 പോയിന്റ് സമ്മാനിച്ചത്. ഫെബ്രുവരി 15 ശ്രീലങ്കയിലെ കൊളംബോയിലായിരുന്നു ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം കാത്തിരുന്ന ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. പാകിസ്ഥാൻ ടീമിന് ലോകകപ്പിൽ കളിക്കാൻ അനുമതി നൽകിയ സർക്കാർ പക്ഷേ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയ ICC നടപടിയിൽ പ്രതിഷേധിച്ചാണ് പാകിസ്ഥാന്റെ ബോയ്ക്കോട്ട്. ICCക്ക് ഇരട്ട നീതിയെന്നും ഇന്ത്യയോട് അനുകൂല നിലപാടാണെന്നും പാകിസ്ഥാന്റെ ആരോപണം. ആദ്യം ലോകകപ്പ് ഒന്നടങ്കം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ ICCയിൽ നിന്ന് കടുത്ത നടപടി വരുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. പകരം മറ്റ് ടീമുകൾക്കെതിരെ കളിക്കുമെങ്കിലും ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് മാത്രം വിട്ടുനിൽക്കും. ഗ്രൂപ്പ് റൗണ്ടിൽ ബഹിഷ്കരണം മൂലമുള്ള 2 പോയിന്റ് നഷ്ടം പാകിസ്ഥാന് മറികടക്കാമെങ്കിലും സൂപ്പർ 8-ലും നോക്കൌട്ട് മത്സരങ്ങളിലും എന്തു ചെയ്യുമെന്ന് കണ്ടറിയണം. അവിടെയും ബഹിഷ്കരണമെങ്കിൽ ഇന്ത്യയെ ജേതാക്കളായി പ്രഖ്യാപിക്കും. സ്പോർട്സ് ഡെസ്ക് 24. ആകാശവാണിയുടെ കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വീണ്ടും ആലോചന. വർഷങ്ങളുടെ പ്രക്ഷേപണ പാരമ്പര്യമുള്ള റീജിയണൽ ന്യൂസ് യൂണിറ്റിനാണ് താഴിടാൻ പ്രസാർ ഭാരതി നീക്കം നടത്തുന്നത്. പ്രാദേശിക വിഭാഗം അടച്ചുപൂട്ടുന്നതിനെതിരെ കോഴിക്കോട് ആകാശവാണിയുടെ മുന്നിൽ റേഡിയോ ലിസണേഴ്സ് ഫോറം പ്രതിഷേധം നടത്തി. 1966 ഏപ്രിൽ 14 മുതൽ മലബാറിൽ നിന്നുള്ള ഈ സംപ്രേഷണം നിർത്തലാക്കാനാണ് പ്രസാർ ഭാരതി നീക്കം നടത്തുന്നത്. മലബാറിന്റെ ഭാഷാപരവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചാണ് തിരുവനന്തപുരത്ത് വാർത്താ യൂണിറ്റ് ഉണ്ടായിരിക്കെ കോഴിക്കോട്ടും തുടങ്ങിയത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു റീജിയണൽ ന്യൂസ് യൂണിറ്റ് മതിയെന്ന കാരണം പറഞ്ഞാണ് കോഴിക്കോട്ട് നിലയും നിർത്താൻ ഒരുങ്ങുന്നത്. 60 വർഷത്തെ പാരമ്പര്യമുള്ള ജനപ്രിയ വാർത്താ വിഭാഗം നിർത്തലാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രതിഷേധത്തിന് ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട വാർത്താ വായനക്കാരൻ ഹക്കീം കുട്ടായും ഉണ്ടായിരുന്നു. 60 വർഷത്തിലേറെയായി ഈ ആകാശവാണി നിലയത്തിലെ പ്രാദേശിക വാർത്താ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രാദേശിക വാർത്താ വിഭാഗത്തിൻ്റെ ഭാവി ഈ മെയ് മാസത്തിന് ശേഷം എന്താവും എന്നുള്ളത് ആർക്കും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്.
കാരണം പുതിയ സ്റ്റാഫുകളില്ല, ആരുമില്ല. നിലവിലുള്ള ഏക സ്ഥിരം ന്യൂസ് റീഡർ മെയ് 31-ന് പടിയിറങ്ങുന്നതോടെ കോഴിക്കോട്ടെ പ്രാദേശിക വാർത്താ വിഭാഗത്തിന് പൂട്ടുവീഴും. കോഴിക്കോട്ട് നിന്നുള്ള പ്രാദേശിക വാർത്തകൾക്ക് ഒട്ടേറെ ശ്രോതാക്കളുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയുടെ കോഴിക്കോട് നിലയം മലബാറുകാരുടെ ഒരു ഉണർത്തുപാട്ടായിട്ടാണ് രാവിലെ ഇറങ്ങുന്നത്. വാസ്തവത്തിൽ സാഹിത്യകലാ സാംസ്കാരിക രംഗത്ത് ഇത്തരം കടന്നുകയറ്റങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. അധികാരികളോട് പ്രത്യേകിച്ചും അഭ്യർത്ഥിക്കുന്നു, ഈ പ്രക്ഷേപണ നിലയം ഇവിടെ തുടർന്ന് പോകണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആഗ്രഹം. പ്രാദേശിക വിഭാഗം അടച്ചുപൂട്ടുന്നതിനെതിരെ ജനപ്രതിനിധികൾ ഇടപെടണമെന്നാണ് ശ്രോതാക്കളുടെ ആവശ്യം. അനൂപ് എസ് നായർക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. മാതൃഭൂമി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ടീം ട്രിവാൻഡ്രം എന്ന സെഷൻ നയിച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. തലസ്ഥാന നഗരത്തിന്റെ സിനിമാ കൂട്ടായ്മയെക്കുറിച്ചുള്ള സെഷൻ പൊട്ടിച്ചിരിയുടെ വേദിയായി മാറി. സംവിധായകൻ പ്രിയദർശൻ, നടൻ മണിയൻ പിള്ള രാജു, നിർമ്മാതാവ് ജി സുരേഷ് കുമാർ എന്നിവരാണ് സെഷനിൽ പങ്കെടുത്തത്. തലസ്ഥാന നഗരത്തിലെ സിനിമാ ബെൽറ്റായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ഒരുപക്ഷെ നിങ്ങളുടെ ഈ തിരുവനന്തപുരം ബെൽറ്റ് എന്ന് തന്നെ പറയാം. ഞാൻ ഇനിയിപ്പോൾ വേറെ വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടെന്ന്. ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ബെൽറ്റ് എല്ലാം പാറ്റി പലരും എറണാകുളത്തുനിന്ന് ബെൽറ്റ് വാങ്ങിച്ച് കെട്ടാൻ തുടങ്ങി. പലരും തിരുവനന്തപുരം ബെൽറ്റ് ഇപ്പം കിട്ടുന്നില്ല. അല്ല, ഇപ്പൊ ബെൽറ്റ് മാറി ഇവിടെ ബക്കിളായി. ആണോ? ബക്കിളായി. ഓരോരുത്തരായിട്ട് തൊഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങള് ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പ്രിയദർശനും ലാലേട്ടനും തമ്മിൽ കോളേജ് കാലഘട്ടത്തുണ്ടായ അടിയുടെ പിന്നിലെ കഥ പ്രിയദർശൻ തന്നെ തുറന്നു പറഞ്ഞു. അതൊക്കെ കോളേജ് സമയത്തുള്ള അടി നടന്നു. അത് ബസ്സിൽ പോകുന്ന ബസ്സിൽ കോളേജിലുള്ള ബസ് യാത്രക്കിടെ യൂണിവേഴ്സിറ്റി കോളേജും MG കോളേജും തമ്മിലുള്ള തകരാറുകൾ, അതൊക്കെ അതിൽ കക്ഷി രാഷ്ട്രീയം വല്ലതും ഉണ്ടായിരുന്നു? അതോ ഗുണ്ടായിസായിരുന്നു? ഒന്നുമില്ല. ഇല്ല. ചില പെൺകുട്ടികൾ ഇടയ്ക്കുണ്ടായിരുന്നു. അവരുടെ കാര്യം പറഞ്ഞായിരുന്നു അടിയല്ല. അതാണ് പ്രിയം പറഞ്ഞത്, ഇവിടെ സൈക്കിൾ ചവിട്ടി ഇവിടെ മുഴുവൻ നടന്നിട്ടുണ്ടെന്ന്. ഈ ഇടവഴി മൊത്തം എല്ലാം മുടുക്കുവഴി പോകും. സൈക്കിൾ ആരെങ്കിലും ഉണ്ടോന്നും നോക്കി. സിനിമാ മേഖലയിൽ നിലനിന്നിരുന്ന സെറ്റിലെ ഭക്ഷണത്തിലെ വേർതിരിവിനെ എങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്ന് മണിയൻപിള്ള രാജു വ്യക്തമാക്കി. ആദ്യ സിനിമ വന്ന കാലത്ത് ഫുഡിനൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ബീഫ് അല്ലാത്തവർക്ക് തൈര് സാദം, പുളിയോദര, അങ്ങനെ. പക്ഷെ ഞാൻ പടമെടുത്ത് തുടങ്ങിയ കാലം തൊട്ട് ഹീറോ 11 മണിക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കുമെങ്കിൽ യൂണിറ്റ് ബോയ്സ് വരെ കഴിച്ചിരിക്കും. അങ്ങനെ ഒരു സെറ്റ് പാടില്ല. കിട്ടുന്ന പൈസകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, അവനവൻ്റെ ജോലിക്കും സ്റ്റാർ പോലും. പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സെറ്റിലെ ഡിസ്ക്രിമിനേഷൻ. പൈസ ഇത്തിരി കുറഞ്ഞാലും ഭക്ഷണം ഇത്തിരി കൂട്ടും. അതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. കൂട്ടുകാർക്കായി അടിയുണ്ടാക്കാൻ ഇറങ്ങിയിരുന്ന തന്റെ പഴയകാലം സുരേഷ് കുമാർ ഓർത്തെടുത്തു. തല്ലുണ്ടാക്കാൻ പോകുന്ന ഈ നമ്മൾ ഫിസിക്കലായിട്ട് തല്ലാൻ പോയിട്ടുണ്ട്. അത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇറങ്ങി തല്ലിയിട്ടുണ്ട്. അതൊക്കെ പണ്ട് മുതലേ ഉള്ളൊരു സ്വഭാവമാണ്. പക്ഷേ ഇപ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ല. വേണ്ടി വന്നാൽ ഒന്ന് തല്ലണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി തല്ലു, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ കായബലം എങ്ങനെ? ശാരീരിക ബലം വയസ്സാവും തോറും കുറഞ്ഞു വരികയാണ്. ഇത്തിരി സൂക്ഷിച്ചാൽ കൊള്ളാം. 24 തിരുവനന്തപുരം. ഒരു നാടൊന്നിച്ചാൽ എന്തും സാധിക്കും എന്നതിന്റെ തെളിവാണ് പാലക്കാട് ചളവറ പഞ്ചായത്തിലെ തെക്കരപ്പാറയിലെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. നാട്ടുകാർ ഓരോരുത്തരും സ്വന്തം നിലയിൽ നൽകിയ പണം കൊണ്ടാണ് മനോഹരമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. ഇത് വൃത്തിയോടെ പരിപാലിക്കുന്നതും നാട്ടുകാർ തന്നെയാണ്. നാം മുൻപ് കണ്ടിട്ടുള്ള പല ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ഇത്ര ലക്ഷം രൂപ ചെലവിൽ MLA വക അല്ലെങ്കിൽ MP വക എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ച് കാണും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിർമ്മാണം പൊതുജനം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിന് പിന്നിലൊരു കഥയുണ്ട്. അത് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം. ലക്ഷങ്ങൾ ചെലവില്ല, നല്ല ഒന്നാന്തരം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ ആകെ ചെലവായത് 80,000 രൂപ മാത്രം. കുടിവെള്ളവും മാർബിൾ വിരിച്ച നല്ല ഇരിപ്പിടങ്ങളും ക്ലോക്കും പൂച്ചെടിയും ഉൾപ്പെടെ കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ട്. സ്ഥലം PWD തന്നെയാണ്. പണി നമ്മളെല്ലാവരും കൂടി ഇവിടെയുള്ള ജനങ്ങളൊക്കെ കൂടി സഹകരിച്ചിട്ടാണ് ചെയ്തത്. മറ്റ് സാധനങ്ങൾക്കും ബാക്കിയുള്ളതൊക്കെ 80,140 രൂപയാണ് ഇപ്പോൾ ഇതുവരെയുള്ള ചെലവ് നമുക്ക് വന്നിട്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാനായി സമീപത്തുണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാതെ സംരക്ഷിക്കുകയും ചെയ്തു. കൂടാതെ പഴമയെ ഉണർത്തുന്ന ചുമട് താങ്ങിയും ഇരിപ്പിടത്തിനൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളൊക്കെ വന്ന് കാത്തു നിൽക്കുമ്പോൾ അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉള്ളത്, ഇപ്പുറത്തൊരു പഴയ ബിൽഡിംഗ് ഉള്ളത്, അവിടെ അപകടകരമായ അവസ്ഥയുള്ളത്. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് മുൻകൈ എടുത്താണ്. പിന്നെ വർക്കൊക്കെ ഇവർ തന്നെയാണ്. മറ്റെല്ലാം മറന്ന് ഇതുപോലെ നാടിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് എന്തും സാധിച്ചെടുക്കാൻ കഴിയുന്നുള്ള ഒരു
അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ബസ് സ്റ്റോപ്പ്. കഴിഞ്ഞയാഴ്ച നാടൊന്നിച്ച ഉത്സവ അന്തരീക്ഷത്തിൽ വാർഡ് മെമ്പർ MU ദിവ്യ കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ ഒരു നാടിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രമെന്ന് ഒരേ ശബ്ദത്തോടെ ചളവറ തെക്കരപ്പാറക്കാർ പറയുന്നു. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ഇന്ന് ലോക തണ്ണീർത്തട ദിനം. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി ഇറാനിലെ റാംസറിൽ 1971 നടന്ന യുനെസ്കോ തണ്ണീർത്തട ഉച്ചകോടിയുടെ ഓർമ്മ പുതുക്കുന്നതിനാണ് ഫെബ്രുവരി 2 ഈ ദിനമായി ആചരിക്കുന്നത്. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോകത്തെ കരപ്രദേശത്തിന്റെ 6% മാത്രമാണ് നിലവിൽ തണ്ണീർത്തടങ്ങളുള്ളത്. ഭൂഗർഭജലത്തിന്റെ അളവ് താഴാതെയും വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തുന്നതിനും തണ്ണീർത്തടങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. മലിനജലത്തെ ശുദ്ധീകരിച്ച് ജീവജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നു തണ്ണീർത്തടങ്ങൾ. അതുകൊണ്ടുതന്നെ പ്രകൃതിയുടെ വൃക്കകളായാണ് തണ്ണീർത്തടങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ 40% തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തെ ആകെ 2520 റാംസർ തണ്ണീർത്തടങ്ങളിൽ 96 ഇന്ത്യയിലാണ്. വനങ്ങൾ അപ്രത്യക്ഷമാകുന്നതിനേക്കാൾ 3 മടങ്ങ് വേഗത്തിലാണ് തണ്ണീർത്തടങ്ങൾ ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. തണ്ണീർത്തടങ്ങളുടെ നികത്തൽ ഭീഷണിയായി മാറിയപ്പോഴാണ് ലോകത്തെ 171 രാജ്യങ്ങളെ പങ്കെടുപ്പിച്ച് ഇറാനിലെ റാംസറിൽ 1971 ഫെബ്രുവരി 2 യുനെസ്കോ സമ്മേളനം സംഘടിപ്പിച്ചത്. ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. വിദേശ ഉംറ ഏജൻസികൾക്കെതിരെ ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ കർശന നടപടി. സേവനങ്ങളിൽ വീഴ്ച വരുത്തിയ 1800 വിദേശ ട്രാവൽ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ ഏജൻസികൾക്ക് 10 ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. ഉംറ തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ പുതിയ നടപടി. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന 5800 ഉംറ ഏജൻസികളിൽ 1800 ഏജൻസികൾക്കാണ് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സേവന നിലവാരത്തിലെ കുറവുകളും കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തതുമാണ് പ്രധാന വീഴ്ചകൾ. നിലവിൽ ഈ ഏജൻസികൾ വഴി പുതിയ വിസകൾ അനുവദിക്കുന്നത് നിർത്തിവച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനകം വിസ ലഭിച്ചവർക്കും ബുക്കിംഗ് പൂർത്തിയാക്കിയവർക്കും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അവരുടെ യാത്രകളും സേവനങ്ങളും തടസ്സമില്ലാതെ തുടരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. 10 ദിവസത്തെ സമയമാണ് ഏജൻസികൾക്ക് തങ്ങളുടെ പോരായ്മകൾ തിരുത്താൻ നൽകിയിരിക്കുന്നത്. ഈ കാലാവധിക്കുള്ളിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഏജൻസികളുടെ സേവനം പുനഃസ്ഥാപിക്കും. അല്ലാത്തപക്ഷം ഈ ഏജൻസികൾക്കെതിരെ പിഴ അടക്കമുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയ വക്താവ് ഡോക്ടർ ഗസാൻ അൽ നോയമി അറിയിച്ചു. തീർത്ഥാടകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സേവനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും നിരന്തരമായ മൂല്യനിർണ്ണയവും നിരീക്ഷണവും തുടരുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം വിലക്ക് വീണവരിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏജൻസികളും ഉള്ളത് മലയാളികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകരെ ബാധിച്ചിട്ടുണ്ട്. പല ഏജൻസികളും ഉംറ വിസയ്ക്ക് ഈടാക്കുന്ന നിരക്ക് കുത്തനെ കൂട്ടിയതായാണ് റിപ്പോർട്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAE-യിൽ റമദാൻ വ്രതാരംഭം ഫെബ്രുവരി 19 തുടങ്ങുമെന്ന് ഇന്റർനാഷണൽ അസ്ട്രോണമി സെന്റർ. ഫെബ്രുവരി 17 മാസപ്പിറവി കാണാൻ ഇടയില്ല. UAE-യിൽ ഉടനീളം റമദാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഷാബാൻ മാസം 30 പൂർത്തിയാക്കിയ ശേഷം ഫെബ്രുവരി 19 വ്യാഴാഴ്ച റമദാൻ ആരംഭിക്കുമെന്നാണ് അബുദാബി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ആസ്ട്രോണമി സെന്റർ പറയുന്നത്. ഫെബ്രുവരി 17 ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിക്കും മുൻപ് ചന്ദ്രൻ അസ്തമിക്കും. അതിനാൽ അന്ന് പിറ കാണാനാകില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് മാത്രമല്ല, ടെലസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഏത് ഉപകരണങ്ങൾ കൊണ്ടും അന്ന് പിറ കാണാനാകില്ലെന്നാണ് ഇന്റർനാഷണൽ ആസ്ട്രോണമി സെന്റർ വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിലും റമദാൻ ഫെബ്രുവരി 19 സാധ്യത. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇറാൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ 19 20 റമദാൻ തുടങ്ങും. പിറ കണ്ടതായി വ്യാജ വിവരങ്ങൾ കൈമാറരുതെന്നും നിർദ്ദേശമുണ്ട്. UAE-യിലെ മസ്ജിദുകളിൽ റമദാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു.
കോവിഡ് വ്യാപനത്തെ തുടർന്ന് മിതപ്പെടുത്തിയിരുന്ന നോമ്പുതുറ കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും സജീവമായിരുന്നു. ടെന്റുകൾ ഒരുക്കി നോമ്പുതുറ വിപുലീകരിക്കാനുള്ള നീക്കത്തിലാണ് മസ്ജിദ് പരിപാലന സമിതികൾ. 24 ദുബായ്. ആണോ? ഭക്ഷ്യമേഖലയിൽ UAE ഇന്ത്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തി. DMCCയുമായി സഹകരിച്ച UAE ഫുഡ് ക്ലസ്റ്റർ. ഗൾഫ് ഫുഡിൽ ഇന്ത്യയുടെ കൺട്രി പാർട്ണർ പങ്കാളിത്തത്തിന്റെ ഭാഗമായി UAE ഫുഡ് ക്ലസ്റ്റർ ഉന്നതതല സമ്മേളനം സംഘടിപ്പിച്ചു. ന്യൂസ് ബ്രേക്സ് ഇവിടെ പൂർണ്ണമാകുന്നു.